ന്യൂക്ലിയർ പ്ലാന്റുകൾ പൊതുവെ വേസ്റ്റ് പുറപ്പെടുവിക്കും. ആ വേസ്റ്റ് നമുക്ക് ന്യൂക്ലിയർ വേസ്റ്റായിട്ടാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് സ്വീഡനിലെ ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയാണ്. അതവർ ചിലവാക്കിയിട്ടുള്ള ന്യൂക്ലിയർ ഫ്യൂവൽ ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്ന ഒരു ഭൂഗർഭ അറയാണ്. അവിടെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റാണ് അവർ ശേഖരിച്ച് വെക്കാൻ പോകുന്നത്. ഏകദേശം 1,00,000 വർഷം വരെ നിലനിൽക്കത്തക്ക നിലയിലുള്ള ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി. അത് സോഡർവൈക്കൺ എന്ന സ്ഥലത്ത് നിന്ന് അണ്ടർഗ്രൗണ്ടിൽ 500 മീറ്റർ താഴെയാണ് ഇരിക്കുന്നത്. അവിടെയാണ് ഫോക്സ്മാർക്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇരിക്കുന്നത്. അപ്പോൾ അവർ ഈ പണിയാൻ പോകുന്ന ഈ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റി ലോകത്തിലെ 2ാമത്തെ ഏറ്റവും ആഴമുള്ള ജിയോളജിക്കൽ റെപ്പോസിറ്ററി ആയിരിക്കും എന്നാണ് പറയുന്നത്. 12,000 ടൺ ചിലവാക്കപ്പെട്ട ന്യൂക്ലിയർ ഫ്യൂവൽ 6,000 കോപ്പർ കാനസ്റ്റേഴ്സിനകത്തായിരിക്കും ഇവർ ശേഖരിച്ച് വെക്കുന്നത്. ഓരോന്നിനും 5 മീറ്റർ നീളമുണ്ടാവും. അത് കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിരിക്കും, അതായത് തുരുമ്പ് മറ്റു കാര്യങ്ങളൊന്നും കയറില്ല. മാത്രമല്ല 1.9 ദശലക്ഷം കോടി വർഷം പഴക്കമുള്ള കട്ടിയുള്ള പാറയുടെ ഉള്ളിലാണ് ഇത് ഘടിപ്പിച്ചിട്ട് കളിമണ്ണ് കൊണ്ട് അത് സീൽ ചെയ്യുകയാണ്. കാരണം ഇത് റേഡിയോ ആക്റ്റീവ് അണുപ്രസരണം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും ബന്തോസാക്കി വെക്കണം. അതായത് പൂർണ്ണമായിട്ടും അണുപ്രസരണം പുറത്തേക്ക് വരാൻ പറ്റാത്ത നിലയിൽ വേണം പൂർണ്ണമായിട്ടും അത് അടച്ചു വെക്കണം. അപ്പോൾ ഇത് 2080 ആകുമ്പോഴേക്കുമാണ് ഇതിൻ്റെ പണി തീരാൻ സാധ്യതയുള്ളത്. 2030 മുതലേ ഇതിൻ്റെ വേസ്റ്റൊക്കെ വരുമെന്നാണ് പറയുന്നത്. $1.8 ബില്യൺ ഇതിനുവേണ്ടി അവർ ചിലവഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ലോകത്തിലെ പല രാജ്യത്തും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിനൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ ന്യൂക്ലിയർ പ്ലാന്റുകൾ കാര്യക്ഷമതയും മറ്റെല്ലാ തരത്തിലുള്ള ഊർജ്ജത്തിൽ നിന്ന് വ്യത്യസ്തമാണ്, നിലനിൽക്കുന്നതാണ്. പക്ഷേ അതിന് ഒരുപാട് വേസ്റ്റ് വരും. കാരണം യുറേനിയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇത്. യുറേനിയം തൊട്ട് കഴിഞ്ഞാൽ തന്നെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് വരുന്ന ഒരു മൂലപദാർത്ഥമാണ്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പോരായ്മ. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ പണ്ട് ഉക്രൈനിൽ പറ്റിയതുപോലെ അത് പൊട്ടിക്കഴിഞ്ഞാൽ, റിയാക്ടർ പൊട്ടിക്കഴിഞ്ഞാൽ ആ ഏരിയയിൽ പിന്നെ ആർക്കും താമസിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ നാശമാക്കി അത് കൈ തരും.